മാതൃഭൂമി ന്യൂസ് സൂപ്പർ എക്സ്ക്ലൂസീവ്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ പണം ചെലവഴിച്ചെന്ന് വിവരം കിട്ടിയതിന് പിന്നാലെ സമൻസ് അയക്കുകയായിരുന്നു. പിണറായി വിജയനും ജി കാർത്തികേയനും ദിലീപ് രാഹുലൻ പണം നൽകിയെന്ന് മൊഴിയുള്ളതായും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ്, അതായത് ECRലാണ് ഇക്കാര്യങ്ങൾ ഇഡി വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും രാഗൻ ആദ്യം ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. രാഗൻ, പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ആദ്യം ലൈഫ് മിഷൻ എന്നായിരുന്നു, അതിലാണ് സമൻസ് അയച്ചത് എന്നുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ അങ്ങനെയല്ല. കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ പിടിച്ചുകുലുക്കിയ, മുഖ്യമന്ത്രിയുമായിട്ട് ഏറെ ബന്ധമുള്ള ആ കേസുകളെല്ലാം വലിയ രീതിയിൽ പോയ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് അതേ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് പോയിരിക്കുന്നത് എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ രാഗിനും ബിനിലും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രധാനപ്പെട്ട തെളിവും രാഗിന്റെ ഉൾപ്പെടെ കയ്യിലുണ്ട്. എന്താണ് അറിയുന്നത്? തീർച്ചയായും 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകനൊരു സമൻസ് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവരുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ സമൻസ് എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെന്ന ചർച്ചകൾ ഉയർന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ സമൻസ് പോയിരിക്കുന്നത് SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. 2020 SNC ലാവ്ലിൻ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ ഒരുപാട് പേരുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം വിവേകിനെ കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതായത് ഈ SNC ലാവ്ലിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായിരിക്കുന്നത് SNC ലാവ്ലിന്റെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ദിലീപ് രാഹുലൻ എന്നതാണ്. മാത്രമല്ല, അന്നത്തെ വാർത്തകളിലൊക്കെ തന്നെ ഏജന്റായി പ്രവർത്തിച്ചു എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഈ ദിലീപ് രാഹുലൻ ഈ പറയുന്ന വിവേക് കിരണിന് പണം നൽകി, അതായത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് പണം ചെലവഴിച്ചു എന്ന വിവരമാണ് ഈ ഒരു മൊഴിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പോകുന്നത്. പക്ഷേ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. തുടർന്ന് ഹാജരായില്ല. മാത്രമല്ല, പിന്നീട് വിവേകിന്റെ കാര്യത്തിൽ ഒരു തുടർ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതുമാണ് ബോധ്യമാകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നടപടിക്രമങ്ങളൊക്കെ ഇഡി മുന്നോട്ട് നീക്കിയെങ്കിലും അത് ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനെ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ഒരു ECIR കേസ് രജിസ്റ്റർ ചെയ്ത് 2020 ആ കാര്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ബോധ്യമാകുന്നത്. അതിൽ പലരുടെയും മൊഴിയെടുത്തതായി ഈ ECIR സൂചിപ്പിക്കുന്നുണ്ട്. അത്തരം മൊഴിയുടെ വിശദാംശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ പോയത്. അന്ന് 2023 ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലായിരിക്കും ബന്ധമെന്ന സ്വാഭാവികമായിട്ടുള്ള സംശയം ഉയർന്നു വരികയായിരുന്നു. പക്ഷേ അതല്ല, ഇത്തരം ഒരു കേസിലാണ് എന്നതാണ് ബോധ്യമാകുന്നത്. ലാവ്ലിൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. പക്ഷേ ആ കേസിന്റെ നിലവിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനാണ്. അത് കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അതിനെതിരെയുള്ള CBI അപ്പീൽ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ആ കേസ് നിരവധി തവണ മാറ്റിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പറയുന്ന ECIRമായി ബന്ധപ്പെട്ട് പലരുടെയും മൊഴി കൊടുത്തതിൽ ദിലീപ് രാഹുലൻ പല രാഷ്ട്രീയക്കാർക്കും ഒഫീഷ്യൽസിനും പണം കൈമാറി കമ്പനിയുടെ പ്രവർത്തനം സ്മൂത്തായി നടക്കുന്നതിന്റെ ഭാഗമായി അങ്ങനെ ജി കാർത്തികേയനും പിണറായി വിജയനും പണം കൊടുത്തിട്ടുണ്ട് എന്ന മൊഴിയുണ്ടെന്നും ED സൂചിപ്പിക്കുന്നുണ്ട്. രാഗൻ, ഇപ്പോൾ ഈ ED കൈകാര്യം ചെയ്യുന്ന കേസുകൾ അത് എത്രയോ നമ്മൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമൻസ് അയക്കുകയാണ്, ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഹാജരായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ നോട്ടീസ് അയക്കും. അതിനുശേഷം ഹാജരായില്ലെങ്കിൽ നോട്ടീസ് അയക്കുന്നു, പല നടപടികളിലേക്കും പോകുന്നു. അങ്ങനെയാണ് ഇത്രയും കാലവും ആ രീതികൾ നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ആർക്കാണോ നോട്ടീസ് വന്നിരിക്കുന്നത് അവർ പല നിയമ നടപടികളിലേക്കും നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് പോകുന്നതും ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇത് ആവിയായി പോകുന്നത്? അതും ഒരു കേന്ദ്ര ഏജൻസി വന്ന് ഇവിടെ അന്വേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരുണ്ട്, മുഖ്യമന്ത്രിയുടെ മകന്റെ പേരുണ്ട്, മറ്റ് രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇതിൽ മുന്നിലേക്ക് നടപടി പോകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അതിനല്ലേ ഇനി വ്യക്തത വരേണ്ടത്? തീർച്ചയായും അക്കാര്യങ്ങൾക്ക് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ പല കേസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1, 2, 3 നോട്ടീസൊക്കെ അയക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാറുമുണ്ട്. അപൂർവം ചില സംഭവങ്ങളിൽ ഇതേ രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അതായത് നോട്ടീസ് അയച്ച ശേഷം പിന്നീട് വരാതിരിക്കുന്ന ഘട്ടത്തിൽ തുടർ നടപടികൾ ഉണ്ടാകാതെ പോകുന്ന അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും
ഈ കേസിലും ഉണ്ടായിട്ടിരിക്കുന്നത് വിവേകിന്റെ കേസിൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ബോധ്യമാകുന്നത്. അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ പല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടിരുന്നു. അവർക്കും പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വിശദീകരിക്കേണ്ടത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഇഡി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു നോട്ടീസ് ആ ഘട്ടത്തിൽ പോവുകയും അത് എസൻസി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില തുടർ നടപടികളൊക്കെ തന്നെ ഇഡി എടുത്തിരുന്നെങ്കിലും അതും ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. 2020 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ ചെറിയൊരു വാർത്തയായി ഇങ്ങനെ ഒരു കേസ് അല്ലെങ്കിൽ അന്വേഷണം തുടങ്ങി എന്ന തരത്തിലാണ് അന്ന് പ്രധാനമായും വാർത്തകളൊക്കെ വന്നിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുൻപ് നടന്നുപോയൊരു കേസാണ്. ഈ ഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അന്ന് ചില കോണുകളിൽ നിന്നൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിലും അത് പിന്നീട് പിന്നെയും അങ്ങനെ നിലനിന്ന് പോവുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇപ്പോൾ 2023 നോട്ടീസ് കൈമാറുകയും അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഇത്തരത്തിലാണ് എന്നുള്ള ചെറിയ സൂചനയിൽ മാത്രം അന്ന് ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആൾക്ക് സമൻസ് അയച്ചതിന് ശേഷം അതിന് പിന്നാലെ നടപടികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സമൻസ് അയച്ചത്. അതും ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലാണ് സമൻസ് മുഖ്യമന്ത്രിയുടെ മകന് പോയിരിക്കുന്നതും തുടങ്ങിയ നിർണായകമായ കാര്യമാണ് നമുക്ക് മുന്നിലേക്ക് വന്നത്. അത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് അന്ന് മനസ്സിലാക്കിയത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്ന് മുതലേ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുന്നതാണ് അതിനുശേഷം എന്തുണ്ടായി. അതിനാണ് ഇപ്പോൾ ഏറെക്കുറെ ഉത്തരമായിക്കൊണ്ടിരിക്കുന്നത്.